രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ പ്രചാരണത്തിൽ ലീഗിൻ്റെ കൊടി ഉപയോഗിക്കേണ്ടെന്ന നിർദ്ദേശവുമായി യൂത്ത് ലീഗ് നേതാവ്. യൂത്ത് ലീഗ് വയനാട് ജില്ലാ സെക്രട്ടറി യഹ്യ ഖാൻ തലയ്ക്കലിൻ്റെ ശബ്ദ സന്ദേശമാണ് പുറത്തായത്. ലീഗ് പ്രവർത്തകരുള്ള വാട്സാപ്പ് ഗ്രൂപ്പുകളിലാണ് നിർദ്ദേശം. ലീഗിൻ്റേത് പാകിസ്ഥാൻ്റെ കൊടിയാണെന്ന പ്രചാരണം വന്നാൽ അത് കോൺഗ്രസിന് ക്ഷീണമാകും എന്നാണ് വിശദീകരണം. ഇത്തരത്തിലുള്ള പ്രചരണം വലിയ അപകടകരമായ അവസ്ഥയാണ് രാജ്യത്ത് ആകമാനം ഉണ്ടാക്കുക. കാരണം മുസ്ലിം ലീഗിൻ്റെ പതാക ഹരിത പതാകയും പാകിസ്ഥാൻ മുസ്ലിം ലീഗിൻ്റെ പതാകയും MSFൻ്റെ പതാകയും അതേപോലെ തന്നെ പാകിസ്ഥാൻ്റെ പതാകയും ഒക്കെ ഏറെ സാമ്യമുള്ളതാണ്. തെരഞ്ഞെടുപ്പ് കാലത്തും കൊട്ടിക്കലാശത്തിലും കൊടി വേണ്ടെന്നും വിജയാഹ്ലാദ സമയത്ത് ലീഗിൻ്റെ കൊടി മാത്രം ഇറക്കാമെന്നും അണികളെ ലീഗ് നേതാവ് ആശ്വസിപ്പിക്കുന്നുണ്ട്. നമ്മൾ ആവേശം കൊണ്ടാണ്, നമ്മുടെ ഹരിത പതാകയോടുള്ള നമ്മുടെ പ്രേമം കൊണ്ടാണ്, ഇഷ്ടം കൊണ്ടാണ്. അതൊക്കെ ശരിയാണ്. പക്ഷേ ആ ഇഷ്ടം ചില സമയങ്ങളിൽ മറ്റു പ്രദേശങ്ങളിൽ ജനാധിപത്യ ചേരിക്ക് വലിയ അപകടമുണ്ടാക്കും. അതുകൊണ്ട് ഇനിയുള്ള നമ്മുടെ ഈ പത്രികാ സമർപ്പണ ദിനം, അതേപോലെ തിരഞ്ഞെടുപ്പിന് മുമ്പുള്ള കലാശക്കൊട്ട് എന്നിവയിൽ നമ്മുടെ പതാക ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഇതിൻ്റെ ഒരു പാകത്തിന് നമ്മുടെ സാധാരണ ലീഡേഴ്സ് മുന്നണിയിലെ എല്ലാ പാർട്ടിയുടെയും കൊടി പാകത്തിന് ഉപയോഗിക്കുക. അതിന് പകരം നമ്മൾ ഈ പുതപ്പ് പോലെ സാരി പോലെയുള്ള വൻ പതാകകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കുകയും അതേപോലെ തന്നെ അമിതമായി നമ്മൾ ആവേശം തീർത്ത് ഈ നമ്മുടെ പതാക മാത്രം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുകയും ചെയ്യുന്നതായിരിക്കും ഉചിതം എന്നാണ് എൻ്റെ അഭിപ്രായം. രാഹുൽ മത്സരിക്കുമ്പോൾ ലീഗ് കൊടി ഒഴിവാക്കണമെന്ന് നവമാധ്യമങ്ങളിൽ പ്രചാരണവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. പച്ചക്കൊടി പ്രകടനത്തിൽ നിറയുന്നത് മറ്റു സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് ക്ഷീണമുണ്ടാക്കുമെന്നായിരുന്നു കോൺഗ്രസ് പ്രവർത്തകരുടെ അഭിപ്രായം. ചില UDF ഗ്രൂപ്പുകളിൽ പച്ചക്കൊടി ഉണ്ടാക്കാവുന്ന അപകടം ചൂണ്ടിക്കാണിച്ച് കോൺഗ്രസ് പ്രവർത്തകർ പോസ്റ്റിടുകയും ചെയ്തു. ഇത് ലീഗ് അണികളുടെ പ്രതിഷേധത്തിനിടയാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ ലീഗ് നേതാവ് തന്നെ കൊടി ഒഴിവാക്കാൻ പറഞ്ഞതോടെ അണികൾ ആശയക്കുഴപ്പത്തിലായി.